Hello, my dears. Welcome to my channel. Today we are going to discuss regarding personality. Personality is a vast topic. The term personality can be interpreted in many ways. It includes temperament or character, but is not restricted to this. Personality is frequently understood to refer to the external characteristic of an individual. When we say Sheila has a powerful personality or Anil has a poor personality, we are referring to some external aspects, that is physical appearance, maybe their voice, maybe their dressings, manners or gestures, etc. However, these external characteristics, that is physique and appearance, constitute only one aspect of an individual's personality, not the whole. ഓക്കെ, ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അവരുടെ ഫിസിക് ആൻഡ് അപ്പിയറൻസ് കണ്ടിട്ട് നമുക്ക് ഒരാളെ വിലയിരുത്തുന്നത് മാത്രമല്ല പേഴ്സണാലിറ്റി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരാൾ, നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന ആൾ നമ്മൾ കാണുമ്പോൾ അയാൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷേ ആക്ച്വലി ദിസ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഈ ഒരു ഫിസിക്കും ഈ അപ്പിയറൻസും ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. പക്ഷേ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതിലോ ഒന്നും തന്നെയല്ല. ദാറ്റ് ഈസ് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് സൈക്കോളജിയിൽ. അപ്പോൾ നമ്മളിത് 2-3 ക്ലാസ്സുകളായിട്ടായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്സേ ഓരോ ക്ലാസ്സിനും ഉണ്ടാവുള്ളൂ, സോ ദാറ്റ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നെക്സ്റ്റ്, പേഴ്സണാലിറ്റീൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ നാച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ടേം പേഴ്സണാലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് പേഴ്സോണ, വിച്ച് ഇസ് എ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ദ മാസ്ക്. Actors used to wear in dramas to indicate to the audience whether they were playing a good character or a bad one. Personality is something that enables a person to stand out as distinct from others. Personality is the aggregate of an individual's behavior. Shortly, we can say that personality is the aggregate of an individual's ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ അഗ്രിഗേറ്റ് ഫോമിനെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് വേറൊരാൾക്ക് മനസ്സിലാവുന്നത് ത്രൂ അവർ ബിഹേവിയറിലൂടെയാണ്. ദ ടേം പേഴ്സണാലിറ്റി കംസ് ഫ്രം ദ വേർഡ്, ഗ്രീക്ക് വേർഡ് ദാറ്റ് ഈസ് പേഴ്സോണ, വിച്ച് മീൻസ് ദ മാസ്ക് യൂസ്ഡ് ടു wear in dramas by actors in Roman and Greek actors used to wear this mask to indicate the audience whether they are playing a good character or a bad character. യൂഷ്വലി ഈ മാസ്ക് നമ്മുടെ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ആൾക്കാരൊക്കെ, ആക്ടേഴ്സൊക്കെ സ്റ്റേജിൽ ഡ്രാമ പ്ലേ ചെയ്യുന്ന സമയത്ത് മുഖത്ത് അണിയാനുള്ളതാണ്. അതായത് രാക്ഷസൻ്റെ വേഷം ഇടുമ്പോൾ രാക്ഷസൻ്റെ മുഖം മൂടിയിടുക, അല്ലെങ്കിൽ നല്ല മഹാനായിട്ടുള്ളൊരു ഒരു ദേവതേൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെയോ ഒക്കെ വേഷം ഇടുന്ന സമയത്ത് അതുപോലെയുള്ള അതിനനുയോജ്യമായിട്ടുള്ള മാസ്ക് ഇടുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. സോ പേഴ്സണാലിറ്റി ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, വിച്ച് മീൻസ് ആസ് ഇറ്റ് മാനിഫെസ്റ്റ് ഇൻ ഹിസ് തിങ്കിങ് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, interest, manner of acting and personal philosophy of life. It is totally of his being. So ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഈസ് സംതിങ് ദാറ്റ് എനേബിൾസ് എ പേഴ്സൺ ടു സ്റ്റാൻഡ് ഔട്ട് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതേഴ്സ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ടാണ് വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. നമ്മൾ വേറെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരാൾക്കുള്ള പേഴ്സണാലിറ്റി ആയിരിക്കില്ല വേറൊരാൾക്ക്. ഒരു പരിധിവരെ നമുക്ക് വല്ലതുമൊക്കെ ആക്ട് ചെയ്ത് പിടിച്ച് വെക്കാൻ പറ്റും, പക്ഷേ ആക്ച്വലി നമുക്കങ്ങനെ പേഴ്സണാലിറ്റി, നമ്മുടെ ബിഹേവിയർ നമുക്ക് ഒരേപോലെ ആക്ട് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് നമ്മൾ മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വി ഷോസ് ആയിട്ടുള്ള ബിഗ് ബോസ് പോലത്തെ ഉള്ളതും അതുപോലെ എന്താ മലയാളി ഹൗസ് പോലെ ഉള്ളതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇത് ക്യാമറാസിൻ്റെ മുമ്പിലൊക്കെയാണ്, എന്നിട്ടും അവർ പറയുന്ന വാക്കുകളും ഒക്കെ ആൾക്കാർ കേൾക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ അത് അവർക്കും അറിയായിരിക്കും, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഹേവിയറിന് അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നമ്മളെ ബിഹേവിയർ എന്താണോ അത് പുറത്തു വന്നിരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റി. ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ക്രൂസിൻ്റെ ഡെഫിനിഷനാണ്: ഇറ്റ് ഈസ് ദ പാറ്റേൺ ഡെവലപ്ഡ് ബൈ ആൻ integrated functioning of all the traits and characteristics of the individual. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഡെവലപ്ഡ് ബൈ ആണ് an integrated functioning of all the traits and characteristics of an individual, which means it is not mere aggregation of physical, mental, emotional trait and characteristic. It is an integration, a blend or a merger or an organized all. It's a complex pattern in which the individual's mode of behavior, interest, attitude, beliefs, values, capacities, abilities, of course aptitudes, looks and physique, intelligence, their experience, etc. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോംപ്ലക്സ് പാറ്റേൺ ആണ്. ഇറ്റ്സ് എ പാറ്റേൺ ഡെവലപ്ഡ് ബൈ ആൻ ഇൻറ്റഗ്രേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ദ ഓൾ ട്രെയ്റ്റ്സ് ആൻഡ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഇൻഡിവിജ്വൽ, വിച്ച് ഇൻക്ലൂഡ്സ് ബിഹേവിയർ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, വാല്യൂസ്, കപ്പാസിറ്റീസ്, എബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്സ്, ലുക്സ് ആൻഡ് ഫിസിക്, ഇൻ്റലിജൻസ് ആൻഡ് ദെയർ എക്സ്പീരിയൻസ് ലോസ് ദെയർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് പാറ്റേണിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മിയർലി അഗ്രിഗേഷൻ ഓഫ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ട്രെയ്റ്റ്സ്. അത് മാത്രമല്ല, ഒരു ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ മാത്രമല്ല, ഇമോഷണൽ മാത്രമല്ല, ഈ മൂന്ന് കാര്യങ്ങളും എല്ലാം കൂടി നമ്മളെ ബിലീഫ്സും, വാല്യൂസും, കപ്പാസിറ്റീസും, നമ്മുടെ എക്സ്പീരിയൻസും, നമ്മുടെ ഫിസിക്കും അതുമുണ്ട്. നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസും ഒരു ഘടകം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കാനുള്ളത്. പേഴ്സണാലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ പാറ്റേൺ ഡെവലപ്ഡ് ബൈ ആൻ ഇൻറ്റഗ്രേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ഓൾ ദ ട്രെയ്റ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. Personality is dynamic and growing. Each individual has a different personality. Individuals are different from each other even at birth. അത് നമുക്കറിയാം. ഇപ്പോൾ ഈവൻ നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി നമുക്കറിയാം. ഇൻഡിവിജ്വൽ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഈവൻ അറ്റ് ബർത്ത് ഇൻ ഫിസിക്കൽ അപ്പിയറൻസ്, മോട്ടിലിറ്റി ഓർ ടെമ്പറമെൻറ്റ്. എല്ലാ കാര്യത്തിലും നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിലും, നമ്മൾ മൂവ് ചെയ്യുന്ന രീതിയാണെങ്കിലും, നമ്മൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും, നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിൽ നിന്ന് വേറൊരാൾ ചിലപ്പോൾ കാണാനൊരുപോലെ ഉണ്ടെങ്കിലും അവരുടെ ബിഹേവിയറൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, എ യുണീക്ക് പേഴ്സണാലിറ്റി. ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. These differences become more pronounced and complex with increasing age and maturity. Individuals acquire more characteristics as a result of their interaction with the environment, which differs from a person to person. What causes these variations? And why do we develop different personalities in spite of basic or fundamental similarities? എങ്ങനെയാണ് നമുക്കിതൊക്കെ സാധ്യമാകുന്നത്? ഈ വേരിയേഷൻസ് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആയത് എന്തുകൊണ്ടാണ്? വാട്ട് കോസസ് ദിസ് വേരിയേഷൻ? എന്തൊക്കെയാണ് ഈ വേരിയേഷൻ ഉണ്ടാക്കാനുള്ള കാരണം? ആൻഡ് വൈ ഡു വി ഡെവലപ്പ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്? So these questions will be answered when we understand the various factors that influence the growth of personality. So
നമുക്ക് നമ്മുടെ ഈ ഇത്തരമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ നിങ്ങളായി എന്നുള്ളതിൻ്റെ, അതായത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള പേഴ്സണാലിറ്റി എങ്ങനെ ഡിഫറെൻ്റ് ആയി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. സോ ദർ ആർ മെയിൻലി 3 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി: biological factors, social factors and psychological factors. Biological factors is otherwise known as physical factors. Biological factors or physical factors എന്ന് എഴുതുക. Environmental factors or social factors എന്ന് എഴുതുക. Psychological factors, മൂന്നാമത്തത് mental factors or psychological factors. അങ്ങനെ 3 ഫാക്ടേഴ്സ് ആണുള്ളത്: സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഓർ സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. In biological factors, it include physics, health and physiological aspects such as hormonal influences and the effect of the nervous system. Physics include, അതായത് ഫിസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ physics include size, strength, looks and constitution. An individual's physical appearance is the first aspect of their personality that attract our attention when we meet them. Our judgment of a person is inevitably colored by it. A well-built person generally projects a forceful and impressive personality. He may develop a tendency to bully, dominate, or protect. On the other hand, a person of slight build may feel overshadowed by tall people and may try to compensate for this by working hard. ഫിസിക്കൽ അട്രാക്റ്റീവ് അല്ലെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആസ്പെക്റ്റ് ഓഫ് ദർ പേഴ്സണാലിറ്റി ആണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ദ പേഴ്സൺ അല്ലേ? നിങ്ങളൊരാളെ കാണുന്ന സമയത്ത് അയാളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരാളെ കാണുമ്പോൾ ഒരു വെൽ ബിൽഡ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇമ്പ്രഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്ത് നല്ല പേഴ്സണാലിറ്റി നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിസിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. സിമിലർലി ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, സ്ട്രെങ്ത് ആൻഡ് ജനറൽ ഹെൽത്ത് മേ ബി ഡിറ്റർമൈൻഡ് സർട്ടൈൻ റിയാക്ഷൻസ് ആൻഡ് ട്രേറ്റ്. A person who is afflicted with chronic illness is likely to be depressed and unsociable. ഇപ്പോൾ ക്രോണിക് ഇൽനെസ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ വെൽ ഡ്രസ്സ് ചെയ്തിട്ടോ അതുപോലെ നടക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ദാറ്റ്സ് അനദർ ഫാക്ടർ. അതായത് ഹെൽത്ത്, നമുക്ക് ജനറൽ ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് നടക്കാനും നല്ല രീതിയിൽ നമുക്ക് ഫിസിക്കൊക്കെ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഫിസിക്കും ഹെൽത്തും അല്ല ജനറൽ ഹെൽത്തിനെയും പറ്റി പറയാനുള്ളത്. ഇനി ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒക്കെയാണ് മെയിൻലി നമ്മളെ ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും, അതായത് ഡിപ്രഷൻ വേണോ, നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ. പിന്നെ പാൻക്രിയാസ്, അതുപോലെ തന്നെ ഇൻസുലിനൊക്കെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ്, ഹൈപ്പർ തൈറോയിഡ്സൊക്കെ ചിലപ്പോൾ ചില സമയത്ത് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും ഹോർമോൺസൊക്കെ നമ്മളെ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സിലാണ് വരുന്നത്. അത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ ബോഡി വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് അവർ പേഴ്സണാലിറ്റി. ഇറ്റ് മേ ബി ബൈ ഡ്രഗ്സ്, മേ ബി ബൈ ഡിസീസ്, ഇറ്റ് മേ ബി ബൈ ഡയറ്റ് ഓർ ടോക്സിൻസ് ആൻഡ് ഓൾസോ ഷേപ്പ് അവർ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി. ഈ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നതും എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്നുണ്ട്. അതിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ദ നെർവസ് സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി. എ പേഴ്സൺസ് ലേണിംഗ് കപ്പാസിറ്റി ആസ് വെൽ ആസ് the way she respond to stimuli depends on her nervous system. ഇപ്പം നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും. ചിലവർ നിങ്ങളിത് ടാപ്പ് ചെയ്ത് കുറച്ച് അടിച്ചടിച്ച് കാണുന്നുണ്ടാവും. നിങ്ങളെ അതായത് നിങ്ങൾക്കത് കേൾക്കാനുള്ളൊരു താല്പര്യമോ ഒരു സമയമോ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് അടിച്ച് വേഗം കണ്ട് ഇത് എഴുതി തീർത്ത് അങ്ങ് പോകും. അപ്പം ആക്ച്വലി അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നമ്മളെങ്ങനെ ഒരു സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്.
The next one is environmental or social factors, which includes the social aspects of individuals, environment that environment affect personally significantly. ഒരു മിനിറ്റ്. So environmental or social factors including family system, which means identification occurs within the family system. Parents serve as models for identification. A boy may develop strong masculine trait if he is raised by a father who facilitates this by rewarding masculine activities and discouraging feminine activities. അപ്പം നമ്മുടെ ഫാമിലി സിസ്റ്റം ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടറിൽ ഉള്ള ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, സ്ട്രെങ്ത്ത്, അതുപോലെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് നമ്മളെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെയാണ് എന്ത് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സും. Of course, the social factors, the most important are individuals' relationship in the home, within the family, and influence of the school and the playground, etc. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളൊരു സ്കൂളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ ഫാമിലിയിൽ എന്തൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതൊക്കെ നമ്മളെ സോഷ്യൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫാമിലിയാണ് നമ്മളെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. സോ പേഴ്സണാലിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്തിൻ ദ ഫാമിലി സിസ്റ്റം. നമുക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ an only child who is given extra protection and care is likely to develop into an individualistic, self-centered, demanding and selfish adult. If parents do not teach him to share what he has with family and friends. അപ്പോൾ സപ്പോസ് കുടുംബത്തിൽ ഒരു കുട്ടിയാണെങ്കിൽ, വൺ ചൈൽഡ് ഫാമിലി ആണെങ്കിൽ മേ ബി എക്സ്ട്രാ പ്രൊട്ടക്ഷനോ എക്സ്ട്രാ കെയറോ ഒക്കെ ആ കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ എന്താവാനുള്ള സാധ്യതയുണ്ട്? ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് ആ കുട്ടീനെ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും? അതായത് ഒറ്റ കുട്ടിയല്ല, ഇരട്ട കുട്ടികളാണെങ്കിലും 2-3 കുട്ടികളാണെങ്കിലും ഒക്കെ ഇത് സംഭവിക്കാവുന്നതാണ്. അതായത് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുക, എക്സ്ട്രാ കെയർ കൊടുക്കുക, എല്ലാത്തിനും അസിസ്റ്റ് ചെയ്യുക അവരെ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പം വലുതാവുന്ന സമയത്ത് ചിലപ്പോൾ അത്തരം കുട്ടികളിൽ സെൽഫിഷ്നെസ് ഒക്കെ കൂടാനുള്ള സാധ്യത. എൻ്റെ സാധനങ്ങൾ ആരും തൊടരുത്, എനിക്കുള്ള സാധനങ്ങൾ എനിക്ക് മാത്രമാണ്, ഞാൻ മാത്രമേ, ഇപ്പോൾ എനിക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കും, അതിന് ആർക്കും വേറെ ഒരാൾക്കും ഷെയർ ചെയ്യില്ല എന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലുതാവുമ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്? ഒരു ഫാമിലിക്ക് ഒരു പ്രൈമറി നമ്മുടെ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്ന ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ? എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ശീലിപ്പിക്കാം. ഫാമിലിൻ്റെ ഉള്ളിൽ നിന്നും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറേ മിങ്കിൾ ചെയ്യുക, അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരെ സഹായിക്കുന്നതൊക്കെ കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ സോഷ്യലി ആക്റ്റീവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഒന്നും തന്നെ കാണിക്കില്ല. പിന്നെ പറയുന്നത് സ്കൂളിംഗ് ആണ്. സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൈൽഡിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് ലാർജ് ഗ്രൂപ്പ്, ഒരു വലിയ ലാർജ് ഗ്രൂപ്പിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. ഹിയർ ചിൽഡ്രൻ ലേൺ ഹൗ ടു അഡ്ജസ്റ്റ് ആൻഡ് അഡാപ്റ്റ്. The personality of teachers, the richness of the curriculum, the presence or absence of co-curricular activities, the methods of teaching, the nature of the school organization
particularly the type of discipline that you prevail, all affect a child's personality. അതായത് ടീച്ചേഴ്സിൻ്റെ പേഴ്സണാലിറ്റി, കരിക്കുലം എങ്ങനെ ഇരിക്കുന്ന കരിക്കുലാണ്, അതായത് റിച്ച് ആയിട്ടുള്ള കരിക്കുലാണോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കരിക്കുലാണോ, ദെൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കോ കരിക്കുലാർ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ സ്കൂളിങ്ങിനൊക്കെ കുട്ടികൾക്ക് പഠനം മാത്രമാണെങ്കിൽ വല്ല രസം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആർട്സും സ്പോർട്സും ഒക്കെ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നടക്കുന്ന സമയത്താണ് ആ കുട്ടി ആക്റ്റീവ് ആവുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ വേറൊരു ഘടകം എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ്. Other social factors that influence our personality are the cinemas, newspaper and the radio. ഇപ്പം സ്കൂളും ഫാമിലിയും അല്ലാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താ? നമ്മളെ പത്രത്തിൽ വരുന്ന ന്യൂസസ്, പിന്നെ നമ്മൾ സിനിമ ഒരുപാട് ഒരു പരിധി വരെ നമ്മളെയൊക്കെ നമ്മളെ പേഴ്സണാലിറ്റീനെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ചിലരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സും പറഞ്ഞു കഴിഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. Psychological factors or mental factors include our motives, acquired interest, our attitudes, and our intellectual capacities such as intelligence, reasoning, attention, perception, and imagination. These all are our intellectual capacity. And these factors are also influence personality. These factors determine our reactions in various situations and thus affect our personality, growth and direction. ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസും മോട്ടിവേഷനും, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഒരു സമൂഹത്തിൽ നല്ലൊരാളാവുക എന്നുള്ളൊരു മോട്ടീവ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കും, അല്ലേ? നല്ലൊരു പേരെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കും. അതുവഴി നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും. ദെൻ നമ്മൾ ആറ്റിറ്റ്യൂഡ്, നമ്മളൊരാളെ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മളെ മനോഭാവങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആറ്റിറ്റ്യൂഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്പ് അവർ പേഴ്സണാലിറ്റി. ആൻഡ് ഇൻ്റലിജൻസ്, ഓഫ് കോഴ്സ് ഇൻ്റലിജൻസ് അത് നമ്മൾ റീസണിങ് ചെയ്യുന്നതും അറ്റൻഷൻ ചെയ്യുന്നതും പെർസീവ് ചെയ്യുന്നതും ഇമാജിനേഷൻ ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മളെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി കഴിഞ്ഞു. ഇത് മേ ബി ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പേഴ്സണാലിറ്റി factors, biological factors, social factors or environmental factors and mental factors or psychological factors. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് തിയറീസിൻ്റെ പേരുകളെന്ന് ഫസ്റ്റ് ഇപ്പോൾ പഠിച്ചേക്കാം. ഇപ്പോൾ ഫസ്റ്റ് തിയറി ഈസ് ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഇപ്പോൾ ടോട്ടൽ 6 തിയറീസ് ആണുള്ളത്. ഫസ്റ്റ് ട്രേറ്റ് തിയറി. ആ ട്രേറ്റ് തിയറിയിൽ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റോബർട്ട് എസ് വുഡ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, കാറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, സിബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റൊക്കെ ഒരുപാട്, അതായത് കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒരുപാട് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്ട്രാവേർഷൻ, ഇൻട്രോവേർട്ടഡ് ആൾക്കാർ, എക്സ്ട്രോവേർട്ടഡ് ആൾക്കാർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആൾക്കാരെ തരംതിരിച്ച്, അതായത് പേഴ്സണാലിറ്റീനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഈ ടൈപ്പ് തിയറിയിലാണ് നമ്മൾ അത്ലറ്റിക് ടൈപ്പ്, പൈക്നിക് ടൈപ്പ് എന്നുള്ള കാര്യങ്ങളും എൻഡോമോർഫി, മീസോമോർഫി, എക്ടോമോർഫി എന്നുള്ള ടൈപ്പും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഉള്ളത് സൈക്കോ അനലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അത് നമ്മളെ രാജാവായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പേഴ്സണാലിറ്റീനെ മൂപ്പര് 3ആയിട്ട് തിരിച്ചിട്ട്, കോൺഷ്യസ്നെസ്സിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. സൈക്കോ അനലിറ്റിക് തിയറിൻ്റെ അകത്ത് നമുക്ക് അതൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മളെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, എങ്ങനെയാണ് പേഴ്സണാലിറ്റീൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത്.
പേഴ്സണാലിറ്റിൻ്റെ സ്ട്രക്ചറും മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ദെൻ നാലാമത്തത് എറിക്സൺസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. എറിക്സൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ് നാലാമത്തത് പറയുന്നത്. ഇപ്പോൾ ഫ്രോയിഡിനെ പോലെ തന്നെ മൂപ്പരും പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഓർഡറിലാണെന്നാണ്. അതായത് നമ്മൾ മുമ്പേ ബേസിക് കാര്യം നമുക്ക് എന്താണോ കിട്ടിയത് അതിൻ്റെ മേലെ നമ്മൾ കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് നമ്മളെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്ട്രെസ് വേഴ്സസ് മിസ്ട്രസ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. അങ്ങനെയുള്ള 8 സ്റ്റേജസ് ആണ് എറിക്സൻ്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പീഡിയാട്രിക്സ് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ തിയറിയാണ് എറിക്സൻ്റെ പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ ലേണിംഗ് തിയറീസ്. സോഷ്യൽ ലേണിംഗ് തിയറീസിൽ മില്ലർ ഡൊളാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ് നമ്മളെ ഇത് സോഷ്യൽ ലേണിംഗ് തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് മൂപ്പര് കുറേ ഡ്രൈവ്സിനെ പറ്റിയിട്ടും റെസ്പോൺസസിനെ പറ്റിയിട്ടും റിവാർഡ്സ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു തിയറിയാണ്. നെക്സ്റ്റ് ഫൈനൽ തിയറി ഈസ് റോക്കേഴ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് സെൽഫ് കൺസെപ്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ്. സെൽഫ് ഇമേജ്, സെൽഫ് കൺസെപ്റ്റ്, നോൺ ജഡ്ജ്മെൻ്റൽ ആസെപ്റ്റ്സ്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പഠിക്കാനുള്ളത്. ആ തിയറീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതായത് എന്താണ് നമ്മുടെ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് പേഴ്സണാലിറ്റി, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റി, ക്രൂസിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി പറഞ്ഞു. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ തിയറീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. 6 തിയറീസ് ആണുള്ളത്. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും. താങ്ക് യു.